എൻ്റെ പേര് ജെൻസി. എൻ്റെ പേര് ടോമി. ഞങ്ങളുടെ ഈ ഒരു ഹൃദയം എന്ന് പറയുന്ന ഈ ഒരു ഭവനം ഞങ്ങളുടെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്നത്തിൻ്റെ ഒരു പൂർത്തീകരണമാണ്. നമ്മൾ ഈ വീടിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു 3-4 വർഷമെങ്കിലായി കാണും. പല മാഗസിൻസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആള് വർക്ക് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ്. അപ്പോൾ പല വലിയ പ്രോജക്ട്സുകളുടെ ഭാഗമായിട്ട് പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഉള്ളൊരു എക്സ്പീരിയൻസും നമ്മളുടെ ഒരു കംഫർട്ടബിലിറ്റിയും എല്ലാം ഒത്തുചേർന്ന് നമ്മൾ കുറേയധികം പ്ലാനുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ കഴിഞ്ഞത്. ഇപ്പം ഏകദേശം 1 വർഷത്തോളമായി നമ്മൾ വീട് പണിത് താമസം തുടങ്ങിയിട്ട്. വീട് പണിയുടെ ഒരു ഘട്ടം എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ടൈൽസ് നോക്കാനായിട്ട് എറണാകുളം മുതൽ തൃശ്ശൂർ വരെയുള്ള പല മെയിൻ ഷോറൂമുകളിലും പലയിടത്തും പോയിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ എഞ്ചിനീയർ തന്നെ ഇങ്ങനൊരു കറുകുറ്റിൽ ജുൾഫർന്ന് എന്നൊരു ഷോപ്പ് ഉള്ളതായിട്ട് ഇങ്ങനെ പറഞ്ഞു. അന്ന് ഏതായാലും ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഷോറൂമിൽ ഞങ്ങൾ ചെന്നു. അപ്പം ഇങ്ങനെ ടൈലുകൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കറുകുറ്റിയിലുള്ള ജുൾഫർ ടൈൽസിൽ ചെന്നപ്പോൾ നമ്മൾ കുറേ വലിയ ഷോറൂമുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ കാണാത്ത കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈൽസ് നമ്മൾ ഇവിടെ കാണാൻ പറ്റി. ചിലപ്പോൾ ഡിഫറെൻ്റ് എന്നുള്ളതായിരിക്കത്തില്ല, അവിടെയുള്ള ആൾക്കാർ അവിടുത്തെ സെയിൽസ്മാൻമാർ നമ്മളെ കുറേയും കൂടെ ആ ആപ്റ്റായിട്ടുള്ള നമ്മുടെ വീട്ടിൽ ഇവിടെ വന്നിട്ട് അവർ ആ പൊസിഷനൊക്കെ നോക്കി നമ്മുടെ വീടിന് പറ്റിയ ടൈൽ അവർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു ക്രീം കളറ് അല്ലെങ്കിൽ വൈറ്റിഷ് ആയിട്ടുള്ള ടൈൽസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് എൻ്റെ മാനേജർ വന്ന് ഇവിടെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് വൈറ്റ് ടൈൽസ് അല്ല അവർ സജസ്റ്റ് ചെയ്തത്, ഒരു ഗ്രേ ഷെയ്ഡുള്ള ടൈൽസ് ആയിരുന്നു. അപ്പം നമ്മുടെ എൻജിനീയർ ഡിസൈൻ ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം ആ കളറുകൾ തന്നെയാണ് എൻജിനീയറും നമുക്ക് സജസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം അതനുസരിച്ച് പല റൂമുകളിലേക്കും, അതായത് താഴത്തെ ഫ്ലോറിൽ നമ്മൾ ഗ്രേ ഷെയ്ഡ് കൊടുത്തപ്പോൾ മുകളിലത്തെ റൂംസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറെ ഷെയ്ഡുകളാണ് കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മേളിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ എല്ലായിടവും ഒരേപോലെ ഇരിക്കുന്ന ഒരു ഫീലിംഗിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലും നമുക്ക് തോന്നി. അതുപോലെ തന്നെ ടോയ്ലറ്റ്സിലും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏതാണ് സ്യൂട്ടബിൾ ആവുന്നുള്ളത്. പക്ഷേ അത് അവർ തന്നെ പല വേരിയൻ്റ് കോമ്പിനേഷൻസ് കാണിച്ചു തന്നു. അതിനതിൽ നിന്ന് നമ്മളത് സെലക്ട് ചെയ്തു. എല്ലാം സംഭവം ഇതിൻ്റെ എല്ലാം ഫിനിഷിങ് സ്റ്റേജിലാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തത്. വളരെ നല്ല സെലക്ഷനായിരുന്നു, വളരെ നല്ല ടൈൽസ് ആയിരുന്നു. പിന്നെ ഷോറൂമിൽ നിന്നുള്ള അവരുടെ ഡീലിങ്സൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള ഒരു ഹോസ്റ്റിങ്ങും ഡീലിങ്സും സർവീസും ആയിരുന്നു. ഞങ്ങളിവിടെ എല്ലാ ടൈൽസും മാറ്റ് ഫിനിഷിലുള്ളതാണ്. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലുണ്ടായിരുന്നത് ഗ്ലോസി ഫിനിഷുള്ള ടൈൽസ് ആയിരുന്നു. അപ്പോൾ ഹസ്ബൻഡാണ് അത് മാറ്റാണ് നല്ലതെന്നുള്ള രീതിയിൽ സജസ്റ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ജുൾഫറിൽ ചെന്നപ്പോൾ അവിടുത്തെ മാനേജറും ആൾ ഈ മാറ്റ് ടൈൽസിൻ്റെ കുറേ ഗുണങ്ങളെ പറ്റിയൊക്കെ പറയുണ്ടായി. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരിക്കുമോ ഇല്ല. നമ്മളിപ്പം ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ എല്ലാ ദിവസവും അത് ക്ലീനിങ് നടക്കണമെന്നില്ല. പക്ഷേ ഇത് ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു ദിവസം സ്കിപ്പായി പോയാൽ പോലും ഇവിടെ എല്ലാം ക്ലീനായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇവിടെ വേറെ ഇപ്പം എന്തെങ്കിലും സ്റ്റെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ വീണാലും കറയൊന്നും പിടിച്ച് കണ്ടിട്ടില്ല ഇതുവരെ. എല്ലാം നല്ലതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ജുൾഫറിൽ ചെന്നിട്ട് ആദ്യമേ തന്നെ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ മാനേജറായിട്ട് ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഞങ്ങളുടെ കൺസെപ്റ്റും ഞങ്ങളുടെ ഇത് അവരായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ആണ് ഞങ്ങൾ ഡിസ്പ്ലേ കാണാൻ പോയത്. അപ്പോൾ അവർ തന്നെ കുറച്ച് സെലക്ഷൻസ് കാണിച്ചു തന്നു. നല്ല സെലക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി കളക്ഷൻസ് അവർ നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ നമ്മളുടെ വീടിൻ്റെ ഡിസൈൻ അനുസരിച്ച് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈൽസ് തന്നെയാണ് അവർ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവരുടെ ആ ഒരു സർവീസും നമ്മളെ ഈ ഒരു അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ സഹായിച്ചു. അവരുടെ ആ ഒരു സഹകരണം ഒക്കെ വളരെ നന്നായിരുന്നു. അവരുടെ ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസും
നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്ത് തരാനും ഒക്കെ അവർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വീട് വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിലും ഈ ഒരു അവരെല്ലാവരും പറയുന്നത് സാധാരണ കാണുന്ന ഒരു വീടുകളെക്കാളും ഈ ഇതിൻ്റെ ടൈൽസിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡിഫറെൻ്റ് ആണെന്നുള്ളത് പറയാറുണ്ട്. കുറേം കൂടെ ഈ ഗ്ലോസി ടൈൽസിനെ അപേക്ഷിച്ച് ഈ ടൈൽസ് വളരെ നന്നായിട്ടുണ്ടെന്നാണ് എല്ലാവരുടെ അഭിപ്രായത്തിൽ അറിയാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളും വളരെ ഹാപ്പിയാണ്.